കഥാവായ യേശുവിൻ്റെ നിസ്തുല്യ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. സൈന്യങ്ങളുടെ ദൈവമായിരിക്കുന്ന യഹോവ പരിശുദ്ധൻ 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 എന്ന ദൂതന്മാർ ആർക്കുകയും പാടുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു പകൽക്കാലം കൂടി കടന്നു വരുവാൻ ദൈവം തന്ന കൃപയ്ക്കായി നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഹല്ലേലൂയ. ദൂതന്മാർ രാപ്പകലന്യ ദൈവത്തെ ആരാധിക്കുമ്പോൾ ദൈവമക്കളായിരിക്കുന്ന നാം ഈ ഭൂമിയിൽ നിന്ന് എത്രമാത്രം ദൈവത്തെ ആരാധിക്കണം. കാരണം യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഭവനത്തിൽ ഇറങ്ങി വരുവാൻ, നമ്മുടെ സകല കാര്യങ്ങളിലും കർത്താവിൻ്റെ നായകത്വവും കർത്തൃത്വവും ജീവിതത്തിൽ അനുഭവിക്കുവാനുമായി നമുക്ക് കഴിയാത്ത വൻ കാര്യങ്ങളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇറങ്ങി നിന്ന് നമുക്കായി ചെയ്തു തരുവാനായി ഇന്ന് പകൽക്കാലവും കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. നാൾ തോറും ഞങ്ങളുടെ രക്ഷയായി ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന യഹോവയുടെ നാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവേ ദൈവമേ, ഞങ്ങൾ ഒരിക്കൽ കൂടി അവിടുത്തെ സന്നിധിയിൽ അടുത്തു വരുന്ന അപ്പച്ച. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഓരോ ദിവസവും ഞങ്ങൾക്ക് ചെയ്യേണ്ടുന്ന അനേക കാര്യങ്ങളുണ്ടപ്പച്ച. ഓരോ പ്രഭാതത്തിലും ഞങ്ങൾ എഴുന്നേറ്റ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങളുടെ കിടക്കയിൽ നിന്ന് എഴുന്നേറ്റ് കർത്താവെ അവിടുത്തെ സന്നിധിയിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ ദൈവമേ ദിവസത്തിൽ ഞങ്ങളെ കാത്തു പരിപാലിച്ച, രാത്രിയിൽ സുഖകരമായി ഉറങ്ങുവാൻ സഹായിച്ച, ഈ പ്രഭാതത്തിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ സഹായിച്ച കർത്താവിൻ്റെ സന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്നേഹത്തോടെ ഞങ്ങൾ അടുത്തു വരുന്നപ്പച്ച. സ്തോത്രം ചെയ്യുന്ന കർത്താവ്, ഒരു പുതിയ ദിവസം കൂടി ദൈവമേ ഞങ്ങൾക്ക് ദാനമായി നൽകിയതിനായി സ്തോത്രം. ഇന്ന് പകൽക്കാലവും കർത്താവെ അങ്ങേ സ്നേഹിക്കേണ്ടുന്നതുപോലെ ദൈവമേ അങ്ങേ സ്നേഹിക്കുവാൻ, അങ്ങേ അറിയുവാൻ കർത്താവെ ഒരു പടി കൂടി ഈ ലോകമന്ത്യത്തിലേക്ക് പോകുമ്പോൾ, ദുഷ്ടൻ പ്രബലനായി കൊണ്ടിരിക്കുമ്പോൾ, അവൻ സകല വഷളത്വവും പ്രവർത്തിക്കുമ്പോൾ കർത്താവെ ഞങ്ങളെ തന്നെ കാത്തു സൂക്ഷിച്ച് ഒരു പടി കൂടി ദൈവത്തിൻ്റെ വചനം വായിക്കുവാൻ, അറിയുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, അന്ത്യനാളുകളെക്കുറിച്ച് പറയുന്നു, അപ്പത്തിനുള്ള വിശപ്പല്ല, വെള്ളത്തിനുള്ള ദാഹവും അല്ല, യഹോവയുടെ വചനത്തിനായുള്ള ദാഹവും വെള്ളത്താൽ യൗവനക്കാരന്മാർ ഓടുമെന്ന്. ഹല്ലേലൂയ. കർത്താവേ, ഈ ദിവസങ്ങളിൽ കർത്താവിൻ്റെ വചനത്തെക്കുറിച്ചുള്ള ഒരു വലിയ ദാഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ. ശത്രുവായിരിക്കുന്ന പിശാച് ഞങ്ങൾക്ക് വിരോധമായി പല കെണികൾ ഒരുക്കുമ്പോൾ കർത്താവെ ഞങ്ങളും ഞങ്ങളുടെ തലമുറകളും അതിൽ പെട്ടു പോകാതിരിക്കുവാൻ, ഞങ്ങൾ വഞ്ചിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ, ഞങ്ങൾ ചതിക്കപ്പെട്ടു പോകാതിരിക്കുവാൻ പരിശുദ്ധാത്മാവെ അവിടുന്ന് വചനത്തിൻ്റെ എല്ലാ ശക്തിയും ദൈവമേ അതിൻ്റെ സത്യങ്ങൾ വചന സത്യം അറിഞ്ഞ് അതിൽ നിലനിൽക്കുവാൻ ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പാരമ്പര്യ ആരാധനകളിലൊക്കെ ദൈവമേ ഞങ്ങൾ അറിയാത്ത ആത്മീക ജീവൻ കർത്താവെ വചനത്തിൽ നിന്ന് പ്രാപിക്കുവാൻ ഈ ദിവസങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ആത്മാവിൻ്റെ ചത്ത അവസ്ഥകളിൽ നിന്ന് കർത്താവെ ഉണർന്നെഴുന്നേൽക്കുവാൻ ഒരു ഉണർവിൻ്റെ ആത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച. കർത്താവായിരിക്കുന്ന യേശുവിനെ കുറിച്ച് ഓർക്കുമ്പോൾ, യേശുവിൻ്റെ കാൽവരി മരണത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവെ ഞങ്ങളുടെ ആത്മാവ് ദൈവമേ ഈ ലോകത്തിലുള്ള സകലതിനേക്കാളും അതിന് വില കൽപ്പിക്കുവാൻ, കർത്താവിൻ്റെ ജയം ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവമേ അറിയുവാൻ, കർത്താവെ ആഘോഷിക്കുവാൻ ഇടവരുത്തണമപ്പ. ദൈവമേ, പ്രിയപ്പെട്ടവർ കടന്നു പോകുന്ന എല്ലാ വിഷയങ്ങളെയും ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് തരുന്ന കർത്താവെ. ദൈവമേ, ഇവരുടെ ചില പ്രിയപ്പെട്ടവർ രോഗാവസ്ഥയിലായിരിക്കുന്നു, ചില താഴ്ചകളിലും ചില പരാജയങ്ങളിലും ഒക്കെ ആയിരിക്കുന്നു. അവർക്കായി ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നവർ ദൈവമേ, ഇവർക്കുടെ പരിചയത്തിലുള്ളവർ മറ്റനേകർക്ക് വേണ്ടി ഇവർ പ്രാർത്ഥിക്കുമ്പോൾ അപ്പച്ച ഇവരെ ശക്തരായിരിക്കുന്ന പ്രാർത്ഥന പോരാളികളാക്കി തീർക്കണമേ കർത്താവ്. ഇവർക്ക് ചുറ്റും ദൈവത്തിൻ്റെ വലിയൊരു സംരക്ഷണ വലയം അവിടെ നിന്ന് അയക്കണമേ അപ്പച്ച. ഇവരുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിലേക്ക് എത്തുന്നു എന്നൊരു ഉത്തമ ബോധ്യം ഇവർക്ക് ഈ ദിവസങ്ങളിൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം. ദർശനങ്ങളിൽ കൂടി സ്വപ്നങ്ങളിൽ കൂടി ഇവർക്ക് ദൈവികമായിരിക്കുന്ന ആലോചനകൾ അരുളപ്പാടുകളെ അവിടെ നിന്ന് നൽകണമേ അപ്പ. ഇവരുടെ ജീവിതത്തെക്കുറിച്ച്, ഇവരുടെ കുടുംബത്തെക്കുറിച്ച് ദൈവമേ, ഇവരുടെ ദേശങ്ങളെക്കുറിച്ച്, ദൈവസഭയെക്കുറിച്ചുള്ള ആലോചനകൾ ഈ പ്രിയപ്പെട്ടവർക്ക് അവിടെ നിന്ന് അറിയിച്ചു കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് വിരോധമായി ദൈവമേ പലപ്പോഴും പ്രാർത്ഥിക്കുവാൻ കഴിയാതെ ക്ഷീണാവസ്ഥയിലേക്ക്, മയക്കത്തിലേക്ക്, ഉറക്കത്തിലേക്കൊക്കെ കൊണ്ടുപോകുന്ന ഇരുട്ടിൻ്റെ ശക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ ഭവനങ്ങൾ വിട്ട് മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു. ആത്മീകമായി കർത്താവ് ഇവർ ഉന്നത നിലവാരങ്ങളിലേക്ക് വളർന്നു വരുവാൻ സഹായിക്കണമേ. ദേശങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നവരാക്കി ഇവരെ തീർക്കണമേ കർത്താവ്. ദേശം പ്രകൃതിക്ഷോഭത്താലും ദൈവമേ മഴക്കെടുതികളാലും ആപത്തുകൾ അനർത്ഥങ്ങളാലും പലതും അനർത്ഥങ്ങൾ ഇവരുടെ ദേശങ്ങളിൽ സംഭവിക്കാതിരിക്കുവാൻ ദേശത്തിന് കാവൽക്കാരാക്കി ഇവരെ തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ പ്രിയ കുടുംബങ്ങൾ ഇന്ന് പകൽക്കാലവും കടന്നു പോകുന്ന ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ വിഷയങ്ങളിലും കർത്താവിൻ്റെ മറുപടി ഇവർക്ക് ദൈവമേ തക്ക സമയത്ത് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരെ എന്നതുപോലെ ചില സ്ഥലങ്ങളിൽ, ചില ഓഫീസുകളിൽ, ചില ബാങ്കുകളിൽ കർത്താവെ ചില സ്ഥാപനങ്ങളിലൊക്കെ ഇവർക്ക് വേണ്ടി സംസാരിക്കുവാൻ, ഇവർക്ക് ദൈവമേ തടഞ്ഞു വച്ചിരിക്കുന്ന ചില ആനുകൂല്യങ്ങൾ ഇവർക്ക് ലഭിക്കുവാൻ, ഇവരുടെ സാലറികൾ ലഭിക്കുവാൻ, കർത്താവെ ഇവർക്ക് ദൈവമേ ചെയ്ത ജോലിക്ക് അർഹമായത് ലഭിക്കാതെ
പലതും പിടിച്ചു വയ്ക്കപ്പെട്ട സ്ഥാനത്ത് ഈ ദിവസങ്ങളിൽ ഇവർക്ക് അർഹതപ്പെട്ടത് ദൈവമേ ലഭിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ. ചില ജോലികൾ ചെയ്യുവാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ശാരീരിക ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ, മാനസികമായി അത് കൈകാര്യം ചെയ്യുവാൻ അറിയാതിരിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ ജ്ഞാനവും ശാരീരിക ബലവും ഇറങ്ങി വരുവാനായി പ്രാർത്ഥിക്കുന്നപ്പ. ഭവനത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയാതെ എപ്പോഴും ക്ഷീണവും പ്രയാസവും അനുഭവിക്കുന്നവർ, കർത്താവെ അവരുടെ ശരീരത്തെ ദൈവമേ നല്ല ആഹാരമൊക്കെ കൊടുത്ത് മെയിൻറ്റെയിൻ ചെയ്യുവാൻ, അതിനെക്കുറിച്ചൊരു ബോധ്യം കൊടുക്കുവാൻ, എപ്പോഴും കിടക്കാതെ എന്തുകൊണ്ട് ഇത് വന്നെന്ന് അറിഞ്ഞ് കർത്താവെ ഉണർന്നെഴുന്നേൽക്കുവാൻ അവിടെ നിന്ന് വരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പകൽക്കാലവും കർത്താവെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. അവരുടെ വിദ്യാഭ്യാസത്തെ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ. ചില വിദേശ രാജ്യങ്ങളിലേക്കൊക്കെ കടന്നു പോകുവാൻ, ജോലിക്കായി വിദ്യാഭ്യാസത്തിനൊക്കെ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വേഗത്തിൽ വഴികൾ വാതിലുകൾ അവരുടെ മുമ്പിൽ തുറക്കപ്പെടുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രോഗികളായിരിക്കുന്നവർക്കായി ദൈവമേ പ്രാർത്ഥിക്കുന്നപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ ബുദ്ധി വൈകല്യങ്ങൾ, ഓട്ടിസം പോലുള്ള കംപ്ലൈൻറ്റുകൾ, മെൻ്റലി ചാലഞ്ച്ഡ് ആയിരിക്കുന്ന അവസ്ഥകൾ, കർത്താവ് അതിലെല്ലാം കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വന്ന് ഇറങ്ങട്ടെ. പച്ച നോർമൽ കുഞ്ഞുങ്ങളായിട്ട് അവർ മാറട്ടെ ദൈവമേ. നോർമൽ സ്കൂളുകളിൽ പോകുവാനുള്ള കൃപ കൊടുക്കണമേ കർത്താവെ. ദൈവമേ ഷുഗർ കംപ്ലൈൻറ്റ് അനുഭവിക്കുന്നവർ, കിഡ്നി ഡാമേജ് ആയി പോയിരിക്കുന്നവർ, ദൈവമേ അവരിലേക്കെല്ലാം ദൈവത്തിൻ്റെ സൗഖ്യം വന്നിറങ്ങട്ടെ. BP കംപ്ലൈൻറ്റുകൾ നോർമലാകട്ടെ പച്ച. യേശുവിൻ്റെ നാമത്തിൽ കൈകാലുകളിൽ അനുഭവിക്കുന്ന എല്ലാ വേദനകൾ, മരവിപ്പുകൾ, കർത്താവെ കൈവിരലുകൾ നേരെ മടക്കുവാൻ കഴിയാതെ, കാലുകൾ നേരെ ചലിപ്പിക്കുവാൻ കഴിയാതിരിക്കുന്ന അവസ്ഥകൾ, അതിലെല്ലാം കർത്താവിൻ്റെ സൗഖ്യത്തിൻ്റെ ശക്തി വരുവാനായി പ്രാർത്ഥിക്കുന്നു. ക്യാൻസറിൻ്റെ ബന്ധനങ്ങൾ മറയട്ടെ പച്ച. ഹാർട്ട് കംപ്ലൈൻറ്റുകൾ നീങ്ങിപ്പോകട്ടെ കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ദൈവസന്നിധിയിൽ എത്തുന്നതിനായി സ്തോത്ര. യാത്രയിലാകുന്നവരെ കർത്താവെ ആപത്തുകൾ, അനർത്ഥങ്ങളിൽ നിന്ന് ദൈവമേ, ദുഷ്ടമനുഷ്യരിൽ നിന്ന്, ദുഷ്ടമൃഗങ്ങളിൽ നിന്ന്, തീയിൽ നിന്ന്, വെള്ളത്തിൽ നിന്ന് ദൈവമേ അവിടെ നിന്ന് കാത്ത് പരിപാലിച്ചു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ പ്രിയപ്പെട്ടവരെയും ദൈവത്തിൻ്റെ സകല അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവായിരിക്കുന്ന യേശുവിൻ്റെ ശുശ്രൂഷ കാലയളവിൽ പലപ്പോഴും നാം വായിക്കുന്നു, നാനാവ്യാധികളാൽ രോഗികളായിരുന്നവരെ, നാനാവ്യാധികളാൽ ബുദ്ധിമുട്ടിയിരുന്നവരെ അവൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു എന്ന് നാം പലപ്പോഴും വായിക്കുന്നു. അതിൽ മത്തായിയുടെ സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ അവസാന ഭാഗങ്ങളിൽ എഴുതിയിരിക്കുമ്പോൾ 4 കൂട്ടരെക്കുറിച്ച് പ്രത്യേകമായിട്ട് അവിടെ എഴുതിയിരിക്കുന്നു. അവിടെ പറയുന്നു, കർത്താവിൻ്റെ അടുക്കലേക്ക് വന്ന ജനക്കൂട്ടം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് കുരുടർ, മുടന്തർ, ഊമർ, കൂനർ, ഈ 4 കൂട്ടം ജനത്തെ, അല്ലെങ്കിൽ ഈ 4 വിധ രോഗങ്ങളാൽ ഭാരപ്പെട്ടവരെ അവിടെ കൊണ്ടുവന്നു എന്ന് പറയുന്നു. തുടർന്ന് അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ആ കർത്താവ് അവരെ സൗഖ്യമാക്കിയതിന് ശേഷം കുരുടർ കാണുന്നതും, ഊമർ സംസാരിക്കുന്നതും, മുടന്തർ നടക്കുന്നതും, കൂനർ നിവർന്നു നിൽക്കുന്നതും കണ്ട് ജനമെല്ലാം സന്തോഷിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ 4 കൂട്ടം ജനത്തെ നോക്കുമ്പോൾ നമുക്ക് ശാരീരികമായി ഇതുപോലുള്ള ബലഹീനതകൾ ഉള്ളവരുടെ സൗഖ്യം ഒരു വശത്ത്, ആത്മീകമായി കുരുടരായിരിക്കുന്ന അവസ്ഥ, ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളെ കാണുവാൻ കഴിയാതെ എന്തിനും ഏതിനും വിമർശിച്ച് ദൈവിക സത്യങ്ങൾ കാണാതെ കണ്ണ് കുരുടായി പോയിരിക്കുന്നവർ, ഹല്ലേലൂയ, അങ്ങനെയുള്ളവരുടെ ഹൃദയ കണ്ണുകളെ തുറക്കുവാൻ റോമർക്ക് എഴുതിയ ലേഖനത്തിലെല്ലാം അതിനെക്കുറിച്ച് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭു ദൈവത്തെ അറിയാതിരിക്കുവാനായി പലരുടെയും കണ്ണിനെ കുരുടാക്കി കളഞ്ഞു. ദൈവിക സത്യങ്ങൾ അറിയാതെ കുരുടായി പോയിരിക്കുന്ന ഒരു കൂട്ടം ജനം, ഹല്ലേലൂയ. പിന്നെയും എന്താണ്, സംസാരിക്കുവാൻ കഴിയാതെ ഊമരായി പോയിരിക്കുന്നവർ, ദൈവിക സത്യങ്ങളെക്കുറിച്ച് അറിഞ്ഞിട്ടും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് തിരിച്ചറിഞ്ഞിട്ടും യേശുവിനെക്കുറിച്ച് പറയാതെ വായടച്ച് മിണ്ടാതിരിക്കുന്ന ഊമരായിരിക്കുന്ന ഒരു കൂട്ടർ. ഇതെല്ലാം ആത്മീകമായിരിക്കുന്ന വിഷയത്തെ സംബന്ധിച്ച് പറയുകയാണ്. ഹല്ലേലൂയ. അതോടൊപ്പം മുടന്തരായിരിക്കുന്നവർ, നടക്കുവാൻ കഴിയില്ല. ആ മുടന്ത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരങ്ങൾ കൊണ്ട് നമുക്ക് മുമ്പിലേക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥ, സ്റ്റക്കായി പോയിരിക്കുന്നു, നടക്കുവാൻ കഴിയുന്നില്ല, ജീവിതത്തിൽ മുന്നേറുവാൻ കഴിയുന്നില്ല. കുഞ്ഞുങ്ങളുടെ ജീവിതം, നമ്മുടെ സാമ്പത്തിക ജീവിതം, നമ്മുടെ ശരീരം കൊണ്ട് അങ്ങനെ ജീവിതത്തിൽ എന്നും തകർന്നും തളർന്നും ഒരേ അവസ്ഥയിൽ സ്റ്റാഗ്നൻ്റായി പോയിരിക്കുന്ന അവസ്ഥകൾ മുടന്തുള്ള അവസ്ഥകളാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ മുമ്പിലേക്ക് പോകുവാനായി സഹായിക്കുമാറാകട്ടെ. പിന്നെ എന്താണ്, കൂനിപ്പോയിരിക്കുന്നവർ. എപ്പോഴാണ് കൂനിയിരിക്കുന്നവർക്ക് ഒരിക്കലും നിവർന്ന് ആകാശം കാണുവാൻ കഴിയില്ല. അവർ നടുവളഞ്ഞു പോയിരിക്കുന്നവർ, ചുമലിൽ ഭാരം വരുമ്പോൾ കുനിഞ്ഞു പോയിരിക്കുന്നു. ജീവിതത്തിൻ്റെ ഭാരങ്ങൾ വഹിച്ച് കുനിഞ്ഞു പോയിരിക്കുന്നവരെ കർത്താവ് തൊട്ടെന്ന് പകൽക്കാലം നിവർത്തുമാറാകട്ടെ. നിങ്ങളുടെ ഭാരങ്ങൾ കർത്താവ് എടുത്ത് മാറ്റട്ടെ. അത് ഏതു വിഷയത്തിലായിരുന്നാലും, നിങ്ങൾ അധ്വാനിക്കേണ്ടുന്നവർ, നിങ്ങളെ കരുതേണ്ടുന്നവർ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി ഒറ്റപ്പെട്ടു, നിങ്ങൾ തന്നെ വഹിക്കുന്ന ഭാരത്താൽ ജീവിതം കൂനിപ്പോയി നിവർന്നു നിൽക്കുവാൻ കഴിയാതിരിക്കുന്നവരെയും കർത്താവ് ഇന്ന് പകൽക്കാലം സൗഖ്യമാക്കട്ടെ. ഈ 4 കൂട്ടർ ആരൊക്കെയാണ്? കുരുടർ, മുടന്തർ,
ഊമർ, കൂനർ, ഈ 4 രീതിയിൽ ജീവിതം തളർന്നു പോയിരിക്കുന്നവരെ കർത്താവ് മുമ്പിലേക്ക് പോകുവാൻ ഇന്ന് പകൽക്കാലവും സഹായിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ.